السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ അജമീയമായ പ്രസ്ഥാനം നമ്മെ ആത്മീയമായി നമ്മെ എല്ലാ നിലയ്ക്കും കൈപ്പിടിച്ചുയർത്താൻ സർവ്വസജ്ജമായ പർവ്വത സമാനരായ പണ്ഡിതന്മാർ, അവരുടെ നേതൃത്വം, അതിൽ എല്ലാ നിലക്കും അതിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ആ സുലൈമാൻ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് വേണ്ടുവോളം എല്ലാം കരസ്ഥമാക്കി അവസാനം ഉസ്താദിനെ ധിക്കരിച്ച് അവഹേളിച്ച് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്ന ഒരു കപടൻ, അവൻ ഇന്ന് സുലൈമാൻ ഉസ്താദിന്റെ മധു പറഞ്ഞ് സുലൈമാൻ ഉസ്താദിന്റെ ആളായി സമൂഹത്തിൽ കാപട്യം, കടുത്ത വിഷം നിറച്ച കാപട്യമായി അവൻ രംഗത്ത് വരികയാണ്. അവന്റെ കാപട്യം തുറന്നു കാണിക്കലാണ് ഞാൻ ഈ വോയിസിലൂടെ ലക്ഷ്യമെക്കുന്നത്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദികളിൽ ഉസ്താദ് വരുന്ന സമയത്ത് എന്തോ ചെറിയ ന്യൂനതകൾ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടന്ന്, എന്നിട്ട് അത് വലിയ സംഭവമായി അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവന്റെ ആ ടീമിനെ എങ്ങനെയെങ്കിലുമൊക്കെ നന്നാക്കാൻ കഴിയുമോ എന്ന് നോക്കി നടക്കുകയാണ് ഈ കാപട്യം നിറഞ്ഞ കാപട്യത്തിന്റെ അപ്പോസ്തലനായ ഈ കുരുവട്ടൂരി നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ കള്ളത്തരം, അവന്റെ പൊള്ളത്തരം നമ്മൾ തുറന്നു കാണിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് ഉസ്താദിന്റെ ഇപ്പോഴത്തെ ക്ഷീണമൊക്കെ പരിഗണിച്ച് ഉസ്താദിന്റെ ശാരീരികമായ അവസ്ഥകൾ പരിഗണിച്ച് വേണ്ട ഇരിപ്പിടം ഉസ്താദിന് അത്യാവശ്യമാണ്. രണ്ടു ഭാഗത്തു നിന്നും സപ്പോർട്ട് ലഭിക്കേണ്ട ഒരു ഇരിപ്പിടം ഉസ്താദിന് അത്യാവശ്യമായതുകൊണ്ട് സുലൈമാൻ ഉസ്താദിനോട് അത് ഓർമ്മിപ്പിച്ചപ്പോൾ സുലൈമാൻ ഉസ്താദ് സ്നേഹത്തോടു കൂടെ അവിടുന്ന് എണീച്ച് അപ്പുറത്തേക്ക് ഇരുന്നത് അത് കാണിച്ച്, ഇത് കണ്ടോ സുലൈമാൻ ഉസ്താദിനെ ഇരിപ്പിടത്തിന് എണീപ്പിച്ച് എ പി ഉസ്താദിന് അവിടെ ഇരുത്തുന്നു എന്ന് പറഞ്ഞ് അതിനൊക്കെ വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കപടനായ ഒരുത്തനാണ് ഈ കാട്ടുവളപ്പിൽ നൗഷാദ് എന്ന് പറയുന്ന കുരുവട്ടൂരി. ഇവന്റെ കടുത്ത വിഷം പുരട്ടിയ കാപട്യം, അങ്ങനെ തന്നെ പറയാൻ കാരണങ്ങളുണ്ട്. ഇവൻ ഇപ്പോൾ ഈ സ്നേഹം കാണിക്കുന്നത് കടുത്ത വിഷം പുരട്ടിയ കാപട്യമാണ്. കാപട്യത്തിന്റെ അപ്പോസ്തലനാണ് നൗഷാദ്. ആ നൗഷാദിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉസ്താദിന്റെ അരുമ ശിഷ്യന്മാർ മുഴുവൻ വിളിക്കാറുള്ളത് മലപ്പുറം ഭാഷയിൽ വലിയ ഉസ്താദ് എന്നൊക്കെ വിളിക്കും, സ്നേഹത്തോടു കൂടെ. വലിയ ഉസ്താദ് എന്ന അർത്ഥത്തിലുള്ള വലിയ ഉസ്താദ് എന്നാണ് സ്നേഹത്തോടു കൂടെ ശിഷ്യന്മാർ വിളിക്കാറുള്ളത്. എല്ലാവരും ഉസ്താദിനെ, സാധാരണ പ്രവർത്തകരൊക്കെ എല്ലാവരും ഉസ്താദിനെ വിളിക്കാറുള്ളത്. അതുപോലെ മറ്റുള്ള വലിയ അനൗൺസ്മെന്റുകളൊക്കെ സ്വാഭാവികമായിട്ടും റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ എന്നൊക്കെ പറയുമെന്നല്ലാതെ സാധാരണഗതിയിൽ എല്ലാവരും ഉസ്താദിനെ വിളിക്കാറുള്ളത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദ്, റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഇരുന്ന് പഠിച്ച നൗഷാദ് എന്ന് പറയുന്ന ഇവൻ വിളിക്കുകയാണ് ഉസ്താദിനെ സുലൈമാൻ മൗലിയാർ, സുലൈമാൻ മുസ്ലിയാർ. ഇത് തന്നെ ഇവന്റെ ഹൃദയത്തിൽ ഉസ്താദിനോട് സ്നേഹമില്ല എന്നതിന് അടയാളമാണ്. ഇത് എന്നോ പറഞ്ഞതല്ല. ഇപ്പൊ സ്നേഹം അഭിനയിച്ചു വരുമ്പോൾ പലപ്പോഴും ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്താദ് എന്ന് പറയാൻ ഇവൻ ശ്രമിക്കുന്നുണ്ട്, നാവ് കൊണ്ട് ഇവൻ ഉസ്താദ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സുലൈമാൻ മുസ്ലിയാർ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ പോലും ഉസ്താദിനെ സുലൈമാൻ മുസ്ലിയാർ എന്നിപ്പോൾ പറയാറില്ല. അത് സാധാരണ ഉസ്താദിനുള്ള ആദരവ് ബഹുമാനമൊക്കെ വെച്ചിട്ട് എല്ലാവരും സുലൈമാൻ ഉസ്താദ് അധികം ആളുകൾ സാധാരണഗതി പറയാറുള്ളത്. എന്നാൽ ഉസ്താദിന്റെ അടുക്കെന്ന് പഠിച്ചെങ്കിൽ ഇവൻ വിളിക്കുകയാണ് ഉസ്താദ് സുലൈമാൻ മൗലിയാർ, സുലൈമാൻ മുസ്ലിയാർ. ഇത് തന്നെ ഇവന് ഒരിക്കലും, ഇത് ആരാണ് ഉസ്താദിന്റെ അടുക്കെന്ന് ചെറുപ്പം മുതൽ അവനെ എല്ലാ നിലക്കും പഠിപ്പിച്ച് വലുതാക്കി പുറത്തിറക്കുന്നത് വരെ ഉസ്താദിന്റെ മുന്നിലെത്തി എല്ലാം കൊടുത്ത് വളർത്തിയ ആ ഉസ്താദിനെയാണ് ഇവൻ സുലൈമാൻ മുസ്ലിയാർ, സുലൈമാൻ മൗലിയാർ എന്നൊക്കെ വിളിക്കുന്നത്. ഇത് ഏതാണ് എന്നോ പ്രസംഗിച്ചതല്ല. ഈ സ്നേഹം നടിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ അടുത്ത് കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റ്യാടിൽ വെച്ച് നടത്തിയ പ്രസംഗം, അത് ഒരു സ്ഥലത്തിന് ഇവൻ എന്ത് പറയുന്നുണ്ട്, സുലൈമാൻ മുസ്ലിയാർ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ തോന്നി ഇത് ശരിയല്ല, ഞാൻ സുലൈമാൻ ഉസ്താദ് എന്ന് പറയണ്ടേ, എന്നിട്ട് നാവോട് പിന്നെ പറയണം സുലൈമാൻ ഉസ്താദ്. അത് ആദ്യം നിങ്ങൾ കേട്ടോക്കി. ആരാ ഒന്നാമത്തെ വ്യാജൻ? സുലൈമാൻ മുസ്ലിയാർ, സുലൈമാൻ ഉസ്താദ്. ഇതൊന്നും കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ സുലൈമാൻ മുസ്ലിയാർ, സുലൈമാൻ മൗലിയാർ ഏതെങ്കിലും ശിഷ്യന്മാർ ഉസ്താദിനെ വിളിക്കാറുണ്ടോ? ഞാൻ ഇന്ന് വരെ കേട്ടില്ല. ഒരു ഹസനിമാരെയും സാധാരണ ഉസ്താദിനെ അഭിസംബോധന ചെയ്ത് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ സാധാരണ ഉസ്താദിന് ശിഷ്യന്മാരായ ആളുകൾ സാധാരണ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറയും. ഞാൻ ഇന്നുവരെ കേട്ടില്ല. ഇവൻ പറയാണ് സുലൈമാൻ മുസ്ലിയാർ. അപ്പം തോന്നി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നടത്തുന്ന കാപട്ടി ചിലപ്പോൾ കൊളായാലോ, അപ്പം തെറ്റി സുലൈമാൻ ഉസ്താദ്. നീ നോക്കി, ഇതേ പ്രസംഗത്തിൽ 2, 3, 4 വട്ടം പല സ്ഥലങ്ങളിൽ പറയുന്നത് സുലൈമാൻ മുസ്ലിയാർ, സുലൈമാൻ മൗലിയാർ. ഒന്നെണ്ണം കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. സുലൈമാൻ മൗലിയാർ ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതെന്താ ഒരു മുസ്ലിയാർ എന്ന് പറഞ്ഞ പ്രശ്നമാണോ? ഇത് വലിയ സംഗതിയാണോ? ഇരിക്കണ്ട. സാധാരണ നമ്മൾ ആരും ഉസ്താദിനെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഉസ്താദിനെ സുലൈമാൻ മൗലിയാർ, സുലൈമാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് പഠിച്ച ശിഷ്യനാണ് ഇവനാണ് ഈ പറയും സുലൈമാൻ മൗലിയാർ, സുലൈമാൻ മുസ്ലിയാർ. ഇപ്പം പറയാം സുലൈമാൻ മുസ്ലിയാർ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഇപ്പൊ നമുക്ക് പഠിപ്പിക്കപ്പം എല്ലാ ചങ്ങാതിമാരുണ്ടായി. സുലൈമാൻ മൗലിയാർ മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ആരെ കുറിച്ചാണ് ഈ ചങ്ങായിമാരെന്നുള്ള വാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്? ഈ ചങ്ങായിമാരെന്ന് പറഞ്ഞത് സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയിലെ പർവ്വത സമാനരായ പണ്ഡിതന്മാരെ കുറിച്ചാ. കുരുവട്ടൂരിൽ ആ മുന്നിലിരുന്ന് തെക്ബീറിലാണ് ഏതെങ്കിലും മഹന്തളെ പറ്റി അല്ലത്. ആ എല്ലാ ചങ്ങായിമാരോടുണ്ട്. ആരെ പറ്റി? പർവ്വത സമാനരായ പണ്ഡിതന്മാരെ കുറിച്ച്. ഇവനാണ് എന്ത് ആദരവ്, ബഹുമാനം, അല്ലേ? എന്നിട്ട് പറയാം സുലൈമാൻ മൗലിയാർ മാത്രമാണ് അവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ല. ഇവന്റെ സ്നേഹം നോക്കി, നിങ്ങൾ ഇവന്റെ ആദരവ് നോക്കി, ഉസ്താദിന്റെ വലിപ്പം മനസ്സിലാക്കി. ഇവനാ നമുക്ക് ഉസ്താദിന്റെ വലിപ്പം മനസ്സിലാക്കി തരണേ. ഇപ്പം പറയാം നിങ്ങൾക്ക് വലിപ്പം മനസ്സിലായിട്ടില്ല, ഇപ്പം മനസ്സിലാക്കി തരുന്ന കോലാണിത്. ഇവൻ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ റഈസുൽ ഉലമ ഇവനെ അംഗീകരിക്കണില്ല. ഇപ്പൊ റഈസുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് പറയാൻ നിങ്ങൾ പറഞ്ഞത് പ്രകാരട്ടോ. അത് കേട്ടോക്കി. റഈസുൽ ഉലമ എന്ന് പറയുന്ന വാക്ക് ഇവൻ ഉസ്താദിന് കൊടുത്ത ആദരവിന്റെ ആ പേരുണ്ടല്ലോ, ആ പേര് ഇവൻ അംഗീകരിക്കണില്ല. ഇവൻ പറയാണ് നിങ്ങൾ പറഞ്ഞത് റഈസുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞത് പ്രകാരട്ടോ. ഇവന്റെ ആദരവ്, ഇവന്റെ ബഹുമാനം, ഉസ്താദിനുള്ളവന്റെ സ്നേഹം കേൾപ്പിച്ചുതരാം. ഇനി നമ്മളെ റഈസുൽ ഉലമ ഈ അടുത്ത് റഈസുൽ ഉലമ നിങ്ങൾ വിളിക്കുന്ന പേര് ഞാൻ അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതാണ്.
ഇതുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനിക്ക് അവിടുത്തെ നൽകിയ ആ സ്ഥാനപ്പേര് റയീസുൽ ഉലമ എന്ന സ്ഥാനപ്പേര് അത് പറയാൻ പോലും ഇവന്റെ മനസ്സമ്മതിക്കണില്ല. ഇവനാണ് ഉസ്താദിന്റെ വലിപ്പം പറഞ്ഞു തരുന്നത്, ഇവനാണ് ഉസ്താദിനോട് സ്നേഹം പറയുന്നത്, ഇവനാണ് അത്ര ഇപ്പൊ ഉസ്താദിന്റെ ആൾക്കാർ. എന്നിട്ട് പറയണം റയീസുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതാട്ടോ. ചെങ്ങായി പറഞ്ഞു പോയ സ്ഥിതിക്ക് അതെങ്കിലും പറഞ്ഞ പൂർത്തിയാക്കി വിടുകയോ? എന്തിനാണ് ഈ കാപട്യം കാണിക്കുന്നത്? ശത്രുക്കൾ എല്ലാവരും ഉസ്താദിന്റെ നാട്ടിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണ് എല്ലാ പണ്ഡിതന്മാരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. ആ ഉസ്താദിന്റെ മധു എല്ലാവരും പറയുന്നതാണ്, ശത്രുക്കളും എല്ലാവരും പറയുന്നതാണ്. അത് ഉസ്താദിന്റെ മധു പറയുന്നത് ഞങ്ങൾക്ക് നല്ല താല്പര്യമുള്ളൂ. പക്ഷേ നീ പറയുന്നത് കാപട്യമാണ്. നിന്റെ കാപട്യം, നീ ഈ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് ശക്തമായ കൊടും വിഷം പുരട്ടിയ കാപട്യമാണ്. അത് ഞങ്ങൾക്ക് തുറന്നു കാണിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന് ശേഷം, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ശേഷം ഒരു പിൻപറ്റാൻ പറ്റിയ ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ, ഇവന് ഉറപ്പ് പറയാൻ പറ്റൂല തികഞ്ഞൊരു ആലിമാണ് എന്ന് പറയാനോട് കഴിയില്ല. എന്ന് പറയണം അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദാണ്. ഇപ്പം പറയുന്ന സ്ഥലത്തൊക്കെ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പിൻപറ്റാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ, തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ, അത് തന്നെ ഇവന്റെ മനസ്സിൽ കാപട്യമാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പറച്ചിൽ തന്നെ. നിങ്ങൾ ആദ്യ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് ശേഷം, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ശേഷം ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ് എന്നിട്ട് ബാക്കി പറയാം. സുലൈമാൻ ഉസ്താദ് ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ മശായിഖുമാർ വരച്ച് കാണിച്ച സംഭവം പറയുന്നത്. തികഞ്ഞ ഒരു ആലിമായി ഇന്ന് ആ വിഭാഗത്തിലുണ്ടെങ്കിൽ ഇ.കെ. ഉസ്താദിന് ശേഷം, ചെറുശ്ശേരി ഉസ്താദിന് ശേഷം ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു ആലിം ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഉസ്താദ് തന്നെയാണ്. അതിന് തർക്കമില്ല. ഉസ്താദിനെ വരെ ആദരിക്കുന്നത് മശായിഖിന്റെ നിർദ്ദേശത്തിലാണ് എന്നതും മറക്കണ്ട. ഇതുകൊണ്ടെങ്കിൽ ഒരു തികഞ്ഞ ആലിം ഉണ്ടെങ്കിൽ, പിൻപറ്റാൻ പറ്റിയ ഒരാൾ ഉണ്ടെങ്കിൽ അത് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ്. ഇവന് തിരിഞ്ഞില്ല. ഇവനിപ്പോ ഉസ്താദിന്റെ മഹത്വം ആരാ മനസ്സിലാക്കി കൊടുത്തെന്നറിയും? ഇവന്റെ മശായിഖന്മാർ 10 വർഷക്കാലം ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മുന്നിൽ ഇരുന്ന് പഠിച്ചിട്ട് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ ഇവന് മനസ്സിലായില്ല, ഉസ്താദിന്റെ വലുപ്പം മനസ്സിലായില്ല. ഇപ്പം ഏതോ കള്ള ശൈത്താന്മാർ പറഞ്ഞു കൊടുത്തതാണ് അത്ര ഉസ്താദിന്റെ മഹത്വം എന്നതാണ്. നീയൊക്കെ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ എത്രത്തോളം ആദരിക്കുന്നുണ്ട്? അന്റെ മശായിഖന്മാർ എന്ന് പറയുന്ന കാട്ടുകള്ളന്മാർ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന് ഇൻഷാ നിങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് ശേഷം, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ശേഷം തികഞ്ഞ ആരും ഉണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദാണ്. കപടനായ നൗഷാദേ, അവിടെ കാര്യം ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കും ചെറുശ്ശേരി ഉസ്താദിനും ശേഷം ഇത് 1-2 സ്ഥലത്ത് വെച്ചല്ല പറഞ്ഞത്, പല സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അവിടെ എന്നോട് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ എന്തിനാണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെയും പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇത് മറ്റൊരു കാപട്യമാണ്. പലരുടെയും ഉള്ളിൽ കയറിപ്പറ്റാൻ, പലരെയും എന്ത് ചെയ്യാണ് അന്നിലേക്കൊന്ന് അടുപ്പിക്കാൻ, അതിന് നീ കാണിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് ഈ 2 പേരുകൾ. അതല്ലാതെ അവരോട് സ്നേഹം ഉണ്ടായിട്ടല്ല. കാരണം ഞങ്ങൾക്ക് ഇതൊരു പോസ്റ്റ്മോർട്ടം അടുത്ത് ചെയ്യാനുണ്ട്. നിനക്കൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് അവിടുത്തെ മാതൃകയെ പറ്റി പറയാൻ, ചെറുശ്ശേരി ഉസ്താദ് അവിടുത്തെ മാതൃകയെ പറ്റി പറയാൻ എത്രത്തോളം അവകാശമുണ്ട് എന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം ഇൻഷാ അല്ലാഹ് വേറെ നടത്തുന്നുണ്ട്. അപ്പോൾ ചിലത് ചോദിക്കാനുണ്ട്. ഇവിടെ നിന്നോട് വേറെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന് ശേഷം, ചെറുശ്ശേരി ഉസ്താദിന് ശേഷം തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദാണ് പറഞ്ഞല്ലോ. ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഇവിടെ മനഃപൂർവ്വം ചില ആളുകൾ വിട്ടുപോയിട്ടില്ലേ? എന്തേ ഈ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പറയാതിരുന്നത്? റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വലിയൊരു ആരിഫാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട മഹാനാണ്, വലിയ പണ്ഡിതനാണ്, എല്ലാ നിലക്കും തികഞ്ഞൊരു ആലിമാണ്. ആ കണ്ണിയത്ത് ഉസ്താദിനെ എന്തുകൊണ്ട് വിട്ടു? മനഃപൂർവ്വം വിട്ടതല്ലേ? നീ എന്തിനാ ഒഴിവാക്കിയത് കണ്ണിയത്ത് ഉസ്താദിനെ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടല്ലേ ആദ്യം കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഫോട്ടോ വെച്ചുകൊണ്ടല്ലേ എടവണ്ണപ്പാറയിൽ ആദ്യമായി മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങിയത്? അന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ വെച്ചപ്പോൾ എടവണ്ണപ്പാറയിൽ വെച്ച് ആദ്യമായി തുടങ്ങുന്ന സമയത്ത് നൗഷാദിന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ ഒറ്റ ചോദ്യം എന്നോട് ചോദിച്ചത്, എടവണ്ണപ്പാറയിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ പോസ്റ്ററിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ അവിടുത്തെ നിലപാട്, സി.എം. വലിയുള്ളാഹിയുടെ വിഷയത്തിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ നിലപാട് എന്തായിരുന്നു പറയാൻ ധൈര്യമുണ്ടോ? അതാ ചോദ്യം കേൾക്കലോടുകൂടെ അന്നൊരു പരിപാടിയിൽ പോസ്റ്ററിൽ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ വെച്ചതാ. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ 2 വർഷത്തിലേറെയായി ഇന്ന് വരെ പിന്നെ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കാമറാക്ഷൻ വേണ്ടിയിട്ടില്ല. നിങ്ങളെ പോസ്റ്ററിൽ എവിടെയും പിന്നീട് ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോയോ പേരോ വന്നിട്ടില്ല. നിങ്ങൾ അതിന്റെ ശേഷം 2-3 തവണ എടവണ്ണപ്പാറയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെയൊന്നും കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കാമറാക്ഷരം വേണ്ടിയിട്ടില്ല. എന്താ നീ പറയാതിരുന്നത്? ബഹുമാനപ്പെട്ട ശംസുൽ ഇ.കെ. ഉസ്താദിന് ശേഷം, റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന് ശേഷം തികഞ്ഞൊരു ആലിം എന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് എന്തുകൊണ്ട് നീ വിട്ടു? പറയണം മറുപടി. പോരാ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പൻ അല്ലാഹു ബർക്കത, താജുൽ ഉലമയെ കുറിച്ച് കോമാട്ടിച്ചാൽ അബ്ദുൽ മൗലവി എന്ന് പറയുന്ന നിന്റെ ഈ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അവന്റെയും നിങ്ങളുടെയും അഭിപ്രായം എന്തായിരുന്നു? എന്താ നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്? സംഘടനക്കാർക്ക് താജുൽ ഉലമയെ മനസ്സിലായിട്ടില്ല. താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ ഉന്നത സ്ഥാനത്തിരിക്കണം മഹാന. താജുൽ ഉലമ എന്ന് പറയുന്നത് അക്താബുകളിൽപ്പെട്ട ആളാണ്. അത് ഈ സംഘടനക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഇതെല്ലായിരുന്നു നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ വലിയ സയ്യിദാണ്, അതുപോലെ വലിയ ആലിമാണ്, വലിയ മഹാനാണ്, എല്ലാവരും അംഗീകരിച്ചതല്ലേ? എന്നിട്ട് അത് മാത്രമല്ല, പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട താജുൽ മൗലാന തങ്ങൾ ഉപ്പാപ്പ തുഹ്ഫ എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥം കാണാതെ സബക്ക് നടത്തുന്ന പണ്ഡിതനാണ് താജുൽ മൗലാന തങ്ങൾ ഉപ്പാപ്പ. എന്തേ നൗഷാദ് നീ പറഞ്ഞ കൂട്ടത്തിൽ താജുൽ ഉലമയുടെ പേര് മറന്നുപോയത്? നീ മറന്നതല്ല, നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. ഞങ്ങൾക്കറിയാം താജുൽ ഉലമന്റെ പേര് നീ എന്താ ഒഴിവാക്കിയതെന്ന് ഞങ്ങൾക്കറിയാം. നീ വെറുതെ ഒഴിവാക്കിയതൊന്നല്ല, കുറച്ചു കാലമായിട്ട് താജുൽ ഉലമയുടെ പേര് നിങ്ങളുടെ വേദികളിൽ നിന്ന് കേൾക്കുന്നില്ല. എന്താ നീ പറയാതിരുന്നത്? ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് ശേഷം, ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന് ശേഷം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പക്ക് ശേഷം എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഞങ്ങൾക്കറിയാം എന്റെ കാപട്യത്തിന്റെ മുഖം കൊണ്ടാണെന്ന്
നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാപട്യമാണിത് എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് താജുൽ ഉലമയുടെ പേര് ഒഴിവാക്കിയത്. എന്നിട്ട് ഇങ്ങനെ വരിക ഷംസുൽ ഉലമയ്ക്ക് ശേഷം ചെറുശ്ശേരി ഉസ്താദിന് ശേഷം ഒരു തികഞ്ഞൊരു ആലിം ഉണ്ടെങ്കിൽ എടോ നിന്റെ ഒക്കെ കാപട്യം അത് സമൂഹത്തിൽ ഞങ്ങൾ തുറന്നു കാണിക്കാൻ ചെയ്യും. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പോകാണ് ഒതുക്കുങ്ങൾക്കല്ലേ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറി നൗഷാദിനോട് ചോദിക്കട്ടെ, നീ ആർക്ക് മറുപടി പറയാനോ? ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് മറുപടി പറയാനോ? എടോ നിനക്ക് ഭക്ഷണവും വെള്ളവും തന്ന് നിന്നെ എല്ലാം നില കുഞ്ഞിനെ പോറ്റി വളർത്തിയ ഇഹ്യാ ഉസ്സുന്ന എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിനോട് 2 മണി തൂക്കം ആദരവിനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറുമായിരുന്നോ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോട് അല്പം ബഹുമാനം നിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറുമായിരുന്നോ? നിനക്ക് വേണ്ട അറിവുകളെല്ലാം പഠിപ്പിച്ചു തന്നെ നിന്റെ ഉസ്താദുമാരുടെ അദബിന്റെ 2 മണി തൂക്കം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറുമായിരുന്നോ? വേണ്ടടോ. ഉളുപ്പ് എന്ന് പറയുന്ന എനിക്കുണ്ടെങ്കിൽ അല്ല, ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിൽ നിന്നൊരു തുള്ളി വള്ളം നിന്റെ ശരീരത്തിലേക്ക് തെറിച്ചതിന്റെ ഒരു ഫലം നിനക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറുമായിരുന്നോ? കാരണം ഈ കാണുന്നതിനൊക്കെ ഒരു ആദരവ് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടിയിരുന്ന നിന്റെ കേന്ദ്രത്തിൽ വെച്ച് പേരോട് ഉസ്താദിനോട് ഗണിക്കായിരുന്നു. മറിച്ച് നീ ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറലോടുകൂടെ നീ വെല്ലുവിളിക്കുന്ന നിന്നെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെയാണ്, ബഹുമാനപ്പെട്ട ഇഹ്യാ ഉസ്സുന്ന എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ്, അവിടെയുള്ള മുഴുവൻ ഉസ്താദുമാരെയുമാണ് നീ വെല്ലുവിളിച്ചത്. അതിനപ്പുറം ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തിദ് ഓക്കെ ഉസ്താദിന്റെ ആണ്ട് നേർച്ചയിൽ നടത്തിയ ആണ്ടനുസ്മരണ പരിപാടി നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണം എല്ലാ നിലക്കും തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ട പ്രഭാഷണമാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ്. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ളവർ മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തുള്ളവർ വരെ എല്ലാ നിലക്കും പാടി പുകഴ്ത്തിയ പ്രഭാഷണം. ഈ അടുത്ത കാലത്ത് ഉസ്താദ് നടത്തിയ ഓരോ പ്രഭാഷണങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും ആ പ്രഭാഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തിദ് ഓക്കെ ഉസ്താദിന്റെ ആണ്ട് പരിപാടിയിൽ ബഹുമാനപ്പെട്ട പേരോട് സൂഫിസം എന്ന് പറയുന്ന പ്രഭാഷണം, ആ പ്രഭാഷണം നടത്തിച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തിദ് ഓക്കെ ഉസ്താദിന്റെ ആത്മീയമായ നിയന്ത്രണത്തിലാണ് ആ പ്രഭാഷണം നടത്തിയത് എന്ന്. അതുകൊണ്ടാണ് ആ പ്രഭാഷണത്തിന് ഏറ്റവും വലിയ സ്ഥാനം ഇന്ന് കേരളീയ പണ്ഡിത സമൂഹം മുഴുവനും ആ പ്രഭാഷണത്തിന് നൽകിയത്. എല്ലാവരും ആ പ്രഭാഷണത്തിന് യെസ് വെച്ച് പോയി. കാരണം അത് ഉസ്താദുൽ സാത്തിദ് ഓക്കെ ഉസ്താദിന്റെ ആത്മീയമായ നിയന്ത്രണത്തിൽ നടത്തിയ പ്രഭാഷണമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നൗഷാദ്, നീ ഒതുക്കുങ്ങളിലേക്ക് വണ്ടി കയറി നൗഷാദ്, നീ വെല്ലുവിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാത്തിദ് ഓക്കെ ഉസ്താദിനെയാണ്.